ലാസ്റ്റ് ക്ലാസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഒക്കെ ആയിരുന്നു ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നുള്ളത് നോക്കാം. അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ പഠിച്ച പോലെ തന്നെ ഈക്വൽ ടു, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യണത്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഈക്വൽ ടു ബി എന്നൊക്കെ എഴുതുന്നതാണ് നമുക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബിയിലുള്ള വാല്യൂ എയിലേക്ക് അസൈൻ ചെയ്യും. ഇതിൽ എന്താണോ ലെഫ്റ്റിൽ എഴുതിയുള്ളത് ആ വാല്യൂലേക്ക് അസൈൻ ചെയ്യുന്നതാണ്. ഇപ്പൊ ഈ എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ പ്ലസ് ഈക്വൽ ടു ബി എന്ന് കൊടുത്തുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിൽ എന്താണ് എഴുതിയുള്ളത് എ പ്ലസ് ഈക്വൽ ടു ബി എന്നുള്ളത്. അപ്പൊ അതിന്റെ ഫുൾ ഫോം എന്തായിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ എ ഈക്വൽ ടു എ പ്ലസ് ബി എന്നുള്ളതാണ് വരിക. എ മൈനസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു എ മൈനസ് ബി. അപ്പൊ അത് നമുക്ക് എങ്ങനെയാന്നുള്ളത് നോക്കി നോക്കാം പ്രോഗ്രാമിൽ. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡ് എ ഈക്വൽ ടു 10 എന്നിട്ട് ഞാൻ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇൻഡ് ബി ഈക്വൽ ടു, ഓക്കെ, എന്താണ് ബി ആദ്യം നമുക്ക് ബി എന്താണ് അവിടെ കൊടുത്തത്, ബി പ്ലസ് എ പ്ലസ് എ പ്ലസ് ഈക്വൽ ടു ബി എന്നല്ലേ. ഓക്കെ, അപ്പൊ അത് തന്നെ നമുക്ക് നോക്കാം. ആദ്യം ബി ഈക്വൽ ടു 20 കണ്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടാണ് കൊടുത്തത്. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? നമ്മൾ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം. ഓക്കെ, അയ്യോ, നമ്മൾ പ്രിന്റ് ചെയ്തിട്ടില്ല, പ്രിന്റ് ചെയ്യണം. നമ്മൾ എന്താണ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കുന്നത് %DA. അതെന്തുകൊണ്ടാണ് നമ്മൾ ഇൻറ്റീജർ ആയതുകൊണ്ട് ഫോർമാറ്റ് പ്രൊസീവ് ആയത്. എന്ന് പറഞ്ഞാൽ എന്താണ് സ്ലാഷ് എന്ന് കൊടുക്കുന്നത് പറഞ്ഞാൽ ന്യൂ ലൈനിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ എന്ന് പറയുന്നത് എന്താണ് ഏതിലാണോ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന റിസൾട്ട് പ്രിന്റ് ചെയ്യേണ്ടത് ഏതാ, ബി ആണ്, ബി ഇൻറ്റീജർ. ഓക്കെ, ബി. അപ്പൊ എന്താണ് 30 എന്നുള്ള വരാൻ കാരണം എന്താണ്, ഇവിടെ ബി പ്ലസ് ഈക്വൽ ബി പ്ലസ് എ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താണ്, ബി ഈക്വൽ ടു ബി പ്ലസ് എ എന്നാണ്. അതുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ എൻറ്റയർ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഉള്ളത്. ഓക്കെ, ഈ മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് എല്ലാതും വരുന്നത് അങ്ങനെയാണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ, അത് നമുക്ക് അടുത്തതിൽ നമുക്ക് പഠിക്കാം. ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവുക? നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറി നമ്പർ ഉണ്ടാവില്ലേ. ഇപ്പൊ ഞാൻ കാൽക്കുലേറ്റർ ചെയ്യാം. ഓക്കെ, ഇതൊരു ഡെസിമലായിട്ട് നമ്മൾ ഒരു നമ്പർ എഴുതി ശരിക്കും. അപ്പൊ ഡെസിമലായിട്ടൊരു നമ്പർ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ബൈനറി ഫോർമാറ്റ്, ഇപ്പോൾ 255 ആണ് ഡെസിമൽ നമ്പർ, നമ്മുടെ നോർമൽ. അപ്പൊ അതിന്റെ ബൈനറി ഫോർമാറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1111 എന്ന് പറഞ്ഞാൽ 8 111 ആണ്. ഓക്കെ, ഇതാണ് ബൈനറി ഫോർമാറ്റ് ഉള്ളത്. ഓക്കെ, നോർമൽ ഒരു ചെറിയ നമ്പർ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോ ഒരു 5 എന്നുള്ളത് കൊടുത്തു വിചാരിക്കാം. 5. അപ്പൊ 5ന്റെ ബൈനറി എന്ന് പറയുന്നത് 0101, അതായത് 101 ആണ് 5ന്റെ. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ബൈനറി. ഓക്കെ, ഈ ബൈനറി നമ്പറിന് നമ്മൾ വേറൊരു നമ്പർ ബിറ്റ് ലെവല് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ഇപ്പൊ ഈ ആൻഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിറ്റ് വൈസ് ബിറ്റ് ബൈ ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്. അപ്പൊ നമുക്ക് എന്തിനാണ് ആൻഡ് ഗേറ്റ് നമ്മൾ നോർമലായിട്ട് പഠിച്ചിട്ടുള്ള ആൻഡ് ഗേറ്റ് രണ്ടും കൂടി ട്രൂ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഔട്ട്പുട്ട് 1 ആയിട്ട് കിട്ടും. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നമ്പർ ഇപ്പോ എന്നുള്ള നമ്പർ എന്തായിട്ടായിരിക്കും, 10ന്റെ ബൈനറി എന്ന് പറയുന്നത് 1010 ആണ്. ഓക്കെ, 60 നമുക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 ആയിക്കോട്ടെ. 8 ആണെങ്കിൽ എന്താ വരിക, 8 ആണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ആണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഈക്വൽ ടു നമ്മൾ എഴുതാണ് ബി ഈക്വൽ ടു ബി. ഇതിപ്പോ എക്സ് നമുക്ക് ഫസ്റ്റ് എന്താണ് ആൻഡ് ആണ്. ഓക്കെ, അപ്പൊ ആൻഡ് ഓപ്പറേഷൻ പറഞ്ഞിട്ട് നമുക്ക് ബി ആൻഡ് എ എന്ന് എഴുതി. അപ്പൊ എന്തായിരിക്കും ആൻസർ? അപ്പൊ എന്ന് പറഞ്ഞാൽ ബി ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പോ ഓക്കെ, ഇതിന് താഴെ ഞാൻ എഴുതി കാണിച്ചു തരാം. നമുക്ക് കമന്റ് പോലെ ഇട്ടുതരാം, അതായിരിക്കും നല്ലത്. ഓക്കെ,
1 0 1 0 എന്നിട്ട് പിന്നെ താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 1. ഓക്കെ, അപ്പൊ ഇതാണ്. ഇനി ഇത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബിറ്റ് വൈസ് ചെയ്യാം. 0 0 0 എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇനി 0 1 ആയാലും 0 തന്നെ. ഇനി അടുത്തതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 0 ആയാലും 0 തന്നെ. അപ്പൊ അടുത്തതും 1 1 ആണ്. 1 1 ആകുമ്പോൾ ആൻസർ എന്താ? 1. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ് കിട്ടുന്നത്? 8. നമുക്ക് നോക്കി നോക്കാം എന്താന്നുള്ളത്. ഓക്കെ ഓക്കെ, ക്ലോസ് ചെയ്തില്ല കമന്റ്, അതുകൊണ്ടാണ് അടിച്ചത്. 8 കണ്ടില്ലേ? ഇനിയിപ്പോ ഓവർ ആണെങ്കിൽ എന്താണ്? ബിറ്റ് വൈസ് ഓവർ ആണെങ്കിൽ നോക്കാം. ഓവർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓറിന് പിന്നെ എങ്ങനെ അതല്ലെങ്കിൽ ഇത് എന്നുള്ള രീതിയിൽ. അപ്പൊ ഏതെങ്കിലും ഒന്ന് 1 ആയി മതി. അപ്പൊ അങ്ങനെ ആകുമ്പോ ഇതായിരിക്കും നമ്പർ. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1 ആണ്. അപ്പൊ ഓക്കെ, അടുത്ത് 0, പിന്നെ അടുത്ത് 1 ആണ്. ഏതെങ്കിലും ഒന്ന് 1 ആയി മതിയല്ലോ, 0. അപ്പൊ ഇത് ഏതെങ്കിലും ഒന്ന് ഇതായതുകൊണ്ട് എന്തായിരിക്കും? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്പർ ഏതാ വരുന്നത്? നമുക്ക് 10 തന്നെ വരുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ എന്തായിരിക്കും? 10 ആണ്. ഇനി എന്ന് പറഞ്ഞാൽ എക്സോർ ഓപ്പറേഷൻ. എക്സോർ ഓപ്പറേഷൻ ബിറ്റ് വൈസ് എക്സോർ ഓപ്പറേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു തൊപ്പി പോലത്തെ ഒരു ചിഹ്നം കാണാം നിങ്ങൾക്ക് കീബോർഡിൽ. എവിടെ ഇത് 6ന്റെ അവിടേക്കാണ്. ഈ എക്സോർ എന്ന് പറയുമ്പോൾ ഏതാണ്? രണ്ടും കൂടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, സെയിം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ? 0യും ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ 1. ഓക്കെ, അപ്പൊ ഇങ്ങനെ. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ നമ്പർ എന്ന് പറയുകയാണെങ്കിൽ എന്താ? 2 ആണ്. ഓക്കെ, 2 കണ്ട. അപ്പൊ എക്സോർ ചെയ്ത് കഴിഞ്ഞപ്പോ 2 ആണ് കിട്ടത്. അപ്പൊ ഇതാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. ഇനി എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് ഓപ്പറേറ്റർ ഉണ്ട് ബിറ്റ് വൈസിൽ തന്നെ. ഇപ്പൊ ഈ ഷിഫ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഷിഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ബി. ഓക്കെ, ആദ്യം റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ റൈറ്റിലേക്ക് 2 ടൈം. ഓക്കെ, ഇത് എന്ത്? ഷിഫ്റ്റ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ബിയുടെ വാല്യൂ എന്താ? നമ്മൾ ബൈനറിലുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈനറിലുള്ള വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 100 100. ഓക്കെ, ഇനി അത് ഷിഫ്റ്റ് ചെയ്യണം നമ്മൾ എത്ര? 2 ടൈംസ്. അപ്പൊ എന്താ? നമുക്ക് ഫസ്റ്റ് ടൈം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു വട്ടം ഷിഫ്റ്റ് ചെയ്ത് എന്നിട്ട് 0, പിന്നെ 1 പിടിച്ചാടി അടുത്ത 0 പിടിക്കുക. അതാണ് ഫസ്റ്റ് ഷിഫ്റ്റ്. ഒന്നുകൂടി ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ ഒന്നുകൂടി ഷിഫ്റ്റ് ചെയ്യണം എന്താ? 0, ഒന്നുകൂടി 0, പിന്നെ 1 പിടിക്ക് ചാടി, പിന്നെ അടുത്ത് 0. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? 2. നമുക്ക് നോക്കാം 2 ആണെന്നുള്ളത്. ഓക്കെ, എന്താ നെയിം? ഓക്കെ, %d. ഓക്കെ, ഇവിടെ നമ്മൾ സെമി കോളൻ ഇട്ടില്ല. സെമി കോളൻ 2 കണ്ടില്ല. അപ്പൊ ഇനി റൈറ്റ് ഷിഫ്റ്റ് ചെയ്താലോ? റൈറ്റ് ഷിഫ്റ്റ് ചെയ്തതിന് എന്താണ്? ഇപ്പോൾ 8 ആണ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ 8 റൈറ്റ് ഷിഫ്റ്റ്. ഫസ്റ്റ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? ഫസ്റ്റ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒന്നിങ്ങടൽ വരിക. എന്തേ? ഒരു 0 ഇപ്പുറത്തിട്ടാൽ മതി. ഓക്കെ, ഒന്നുകൂടി ഷിഫ്റ്റ് ചെയ്താലോ? അപ്പൊ എന്തായി? ഒന്നുകൂടി ഇതായി. അപ്പൊ ഇതെന്താ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16, ഇതെന്ന് പറഞ്ഞാൽ 32. നമുക്ക് നോക്കിയോ എന്താണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, 32. അപ്പൊ ഇതാണ് ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ്. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ് വൈസ് കോംപ്ലിമെന്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, കോംപ്ലിമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഇതാണ് കോംപ്ലിമെന്റ് ഓപ്പറേറ്റർ. കോംപ്ലിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എക്സാമ്പിൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നുള്ളത് 10 എന്നുള്ളൊരു നമ്പറാണ്. അതപ്പോൾ 8 ബിറ്റ് ആണ്. 10 നമ്പർ എന്ന് പറഞ്ഞാൽ 8 ബിറ്റ്. ഓക്കെ, ഫസ്റ്റ് 4 ബിറ്റ് ഇങ്ങനെ ആയിരിക്കും. പിന്നെ 10 10. ഇതാണ് എന്ത്? 10 ബിറ്റിനെ നമ്മൾ എങ്ങനെ എഴുതുന്നത്? 10 എന്നുള്ളത് നമ്മൾ ബൈനറി ഫോർമാറ്റിൽ. ഓക്കെ,
അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് തന്നെ പറഞ്ഞു കഴിഞ്ഞാല് ഇതെന്ന് പറഞ്ഞാൽ എന്താണ് ടൈൽഡ് എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്റ് ഓപ്പറേറ്റർ ആണ്. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി മതി. സീറോ ഉള്ളിടത്തൊക്കെ വൺ ആക്കുക, വൺ ഉള്ളിടത്തൊക്കെ സീറോ ആക്കുക. അപ്പൊ സീറോ ഉള്ളിടത്ത് വൺ ആക്കി എന്താണ് 4 വണ്ണ് കിട്ടും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 1 0 1. അപ്പൊ ഈ നമ്പറിനെ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർട്ട് ചെയ്ത് നോക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ബൈനറി ഫോർമാറ്റ് അടിക്കുക, എന്നിട്ട് 4 1 അടിക്കുക, എന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 1 0 1. അപ്പൊ എന്താ നമുക്ക് ഡെസിമൽ ആൻസർ കിട്ടിയുള്ളത് 245 ആണ്. ഓക്കെ, അപ്പൊ അതാണ് കിട്ടണമെന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, 245. അപ്പൊ അതാണ് രണ്ട് തമ്മിലുള്ള ഓപ്പറേഷൻസ്. ഈ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ മൈക്രോ കൺട്രോളർ പ്രോഗ്രാമിലാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ടൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ എടുക്കേണ്ടത്, ഓരോ ജി പി ഒ പിന്നായിട്ട്. ഈ ജി പി ഒ പിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ലോ ആക്കാൻ, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് LED ഒക്കെ നമുക്ക് ബ്ലിങ്ക് ചെയ്യാനൊക്കെ പറ്റൂലേ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യണത് മെയിൻ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഓരോ ജി പി ഒ പിൻസ് ഹൈ ആക്കുക, ലോ ആക്കുക, പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ കുറെ അപ്ലിക്കേഷൻസിനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ പോർട്ടിലത്തെ 4 ബിറ്റ് മാത്രം നമുക്ക് ഓൺ ആക്കണം, 4 സ്വിച്ച് മാത്രം ഓൺ ആക്കണം, അങ്ങനെയൊക്കെ പാറ്റേൺസ് ഒക്കെ നമുക്ക് വേണ്ടി വരും. അപ്പൊ ആ ടൈമിലൊക്കെയാണ് നമ്മൾ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓരോ രജിസ്റ്ററിൽ എന്ന് പറഞ്ഞാൽ ഒരു രജിസ്റ്റർ 32 ബിറ്റ് രജിസ്റ്റർ ആണെങ്കിൽ ഫസ്റ്റത്തെ 8 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റാറ്റസ് ആയിരിക്കും, അടുത്ത 8 ബിറ്റ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാനായിരിക്കും. അപ്പൊ നമുക്ക് പറഞ്ഞാൽ സ്റ്റാറ്റസിന്റെ മാത്രം വാല്യൂസ് നോക്കുക, കൺട്രോളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ അപ്ലിക്കേഷൻ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഉപകാരപ്രദമാണ്. അപ്പൊ അതാണെന്ന് പറഞ്ഞാൽ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡെസിമൽ നമ്പർ, അതായത് ഇപ്പൊ നമ്മൾ ബൈനറി പഠിച്ചോ, ബൈനറി അറിയാത്തവർക്കുള്ളതാണ്. ഈ ബൈനറി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, അതായത് ബൈനറി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു 1 0 എന്നുള്ളത് ഇത് മാത്രമായിട്ടാണ് നമ്മൾ ഫോം ചെയ്യുന്നത് അല്ലെ. 1 0 മാത്രമുള്ള നമ്പറിൽ 1 0 കഴിഞ്ഞാൽ പിന്നെ 1 വരുന്നത്. നമ്മൾ നോർമൽ എങ്ങനെയാണ്, ഡെസിമൽ 10 ആണ്. അപ്പൊ അത് 10 കഴിഞ്ഞ എന്താണ്, 10 കഴിഞ്ഞാലാണ് പിന്നെ എന്ത് 1 1 1 2, പിന്നെ 20 കഴിഞ്ഞാൽ പിന്നെ അടുത്ത്. അപ്പൊ ഓരോ 10 കഴിയുമ്പോഴാണ് അതിന്റെ നമ്പർ മാറുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ 1 0 1 0 1 0 0. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം നമ്മൾ എഴുതി കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ എങ്ങനെ നോർമലായിട്ട് എഴുതുന്ന പോലെ തന്നെ, ഇപ്പോ സീറോയ്ക്ക് എന്താ 0, പിന്നെ 1ന് 1, അങ്ങനല്ലേ. പിന്നെ അങ്ങനെയല്ല നമ്മൾ നോർമൽ എഴുതുക, 0 2 3 അങ്ങനെയാണ് നമ്മൾ എഴുതിയിട്ട് പോവുക അല്ല. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈനറിൽ എങ്ങനെയാണ്, നമ്മൾ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 എഴുതി, അതായത് 0. ഇപ്പൊ ഞാനിത് മറ്റേ സാധാരണ എങ്ങനെയാണ് 1 2 3 4 5 6. പക്ഷെ ഇതിലാണെങ്കിലോ ആദ്യം 0 തന്നെ, പിന്നെ ഏതാ 1ന് 1 തന്നെ, എങ്ങനെ 1 തന്നെ എഴുതാം നമുക്ക്. ഓക്കെ, അടുത്തതിന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 1 0 എന്ന് എഴുതേണ്ടി വരും. ഓക്കെ, അപ്പം 3 എങ്ങനെയായിരിക്കും, ആയിക്കൂടെ ഒന്ന് കൂട്ടിയാൽ മതിയില്ലേ. 3 ഇങ്ങനെയായിരിക്കും. 4 എന്തായിരിക്കും, വീണ്ടും 1 0 0. 5ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 0 1. അപ്പൊ 6ന് 1, പിന്നെ എന്താ നടുക്കത്തെയാണ്. ഓക്കെ, അപ്പൊ 7ന് 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. അപ്പൊ ഇത് എങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്യപ്പോൾ ഡെസിമൽ നിന്ന് അതായത് ഡെസിമൽ നിന്ന് നമ്മുടെ ബൈനറി നമ്പറിലേക്ക് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 13 എന്നുള്ളൊരു നമ്പർ കൊണ്ട് എടുക്കാം നമുക്ക്. ഓക്കെ, 13 എന്നുള്ള നമ്പർ എടുത്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ റിമൈൻഡർ ആയിട്ട് വരുന്നത്, 1 അല്ലേ. 1 വരുന്നുണ്ട്. പിന്നെ ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ വരിക, വീണ്ടും എന്താ വരിക, അവിടെ ഓക്കെ, ബാക്കി എന്താ റിമൈൻഡർ വരുന്നത്, എന്താ 6. 6/2 എന്താ വരിക 0 അല്ലേ. പിന്നെന്താ വരുന്നത് 3. 3/2 എന്ന് പറയുമ്പോൾ എന്താ വരുന്നത് 1.
1 വരുന്ന എന്താണ്? ഓക്കെ, നമ്മൾ ഒന്ന് റിമൈൻഡർ. ഓക്കെ, ഇനി ഇവിടെ നിന്ന് 1/1. 1/1 അല്ലേ? ഓക്കെ, സോറി 1/1 അല്ല, 1/2. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് കണ്ട് എടുക്കുക നമ്പർ. ഏത് ബോട്ടം സൈഡിൽ നിന്നാണ്, താഴത്തു നിന്നാണ് നമ്പർ എടുക്കുക. അപ്പൊ എങ്ങനെ എടുക്കുക നമ്മൾ? ഇപ്പൊ അങ്ങനെ എടുക്കുക, 1 1 0 1. ഇതാണ് എന്ത്, നമ്മുടെ ബൈനറി ഫോർമാറ്റിലുള്ള 13 എന്നുള്ള നമ്പറിന്റെ ബൈനറി ഫോർമാറ്റ്. ഓക്കെ, ഇതാണ് ബൈനറി ഫോർമാറ്റ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇവിടെ എക്സാമ്പിളിൽ കാണിച്ചുള്ളത്. 13 16 6 3 1/2. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് റിമൈൻഡർ എന്ന് ഇങ്ങനെ നോക്കുക. ഓരോ ബിറ്റിനുള്ളതാണ്, ഫസ്റ്റ് ബിറ്റ്, സെക്കൻഡ് ബിറ്റ്. അപ്പൊ അങ്ങനെ. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈനറി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലായിട്ട് ഒന്ന് യൂസ് ചെയ്യുന്നതാണ്. ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഒന്ന് ചെയ്യുന്ന ഒരാൾ എന്തായാലും ബൈനറി ഫോർമാറ്റിലുള്ള നമ്പർ അറിഞ്ഞിരിക്കണം. ഇനി ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു നമ്പർ സിസ്റ്റം കൂടി ഉണ്ട്. ഇത് രണ്ടാണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ 3 സിസ്റ്റംസ് ആണ്. ഹെക്സാഡെസിമൽ, ബൈനറി ഫോർമാറ്റ്, പിന്നെ പറഞ്ഞാൽ ഹെക്സാ ഒക്ട. ഒക്ട എന്ന് പറയുന്നത് 8. ഓക്കെ, 8 കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 1 1 എന്നിട്ട് വരും. അങ്ങനെ ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, 15 വരെയാണ്. അതായത് 60 നമ്പേഴ്സ് ഉണ്ട്, 0 മുതൽ 15, അതായത് 60 നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർമാറ്റ് നമ്മൾ മൈൻഡിൽ വെച്ചാൽ മതി. ഈ 15 വരെയുള്ള നമ്പേഴ്സിനെ നമ്മൾ ബൈനറിയിലും ഒന്ന് മൈൻഡിൽ കയറ്റാം. അതായത് ഹെക്സാഡെസിമൽ 0 1 2 3 4 5 6 7 9 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കോമൺ ആയിരിക്കും നമ്മുടെ ഡെസിമൽ. ഇതിൽ 9 കഴിഞ്ഞാൽ 10 ആണ്, നമ്മുടെ ബേസ് 10 ആണ്. ഇത് 9 കഴിഞ്ഞാൽ എ ബി സി ഡി ഇ എഫ് വരെയാണ്. അപ്പൊ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റ് നമ്പർ സിസ്റ്റം പോലെ തന്നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അവിടെ 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്, ഇവിടെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അത്ര ഡിഫറൻസ് ഇത് തമ്മിലുള്ളൂ. ഓക്കെ, അപ്പൊ അത് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി മനസ്സിലാക്കുക. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തെന്ന് പറഞ്ഞാൽ ഒരു നമ്പർ എങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് കമ്പ്യൂട്ടറിൽ നിന്ന്. ഒരു നെഗറ്റീവ് നമ്പർ, പോസിറ്റീവ് നമ്പർ നമുക്കറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ട് എങ്ങനെ സ്റ്റോർ ചെയ്യുന്നുള്ളത്. നെഗറ്റീവ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 8 ബിറ്റ് നമ്പറാണ് യൂസ് ചെയ്യുന്നത് വിചാരിക്കുക. ഇപ്പൊ അൺസൈനഡ് കെയർ അല്ലെങ്കിൽ കെയർ ഒക്കെ. എന്തുകൊണ്ടാണ് സൈനഡ് കെയർ അൺസൈനഡ് കെയർ തമ്മിൽ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. അൺസൈനഡ് കെയറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ബിറ്റ്, MSB എന്ന് പറയുന്നത് എന്താ, മോസ്റ്റ് ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 ആണോ 0 ആണോ അതിനനുസരിച്ചിട്ടാണ് അത് സൈൻ ബിറ്റ്